തിരുവനന്തപുരം കിളിമാനൂരിൽ നടന്ന മനസാക്ഷിയെ ഞെട്ടിച്ച അപകടത്തിലെ പ്രതി പിടിയിൽ. ദമ്പതികളുടെ മരണത്തിനിടയാക്കിയ സംഭവത്തിലെ മുഖ്യപ്രതി വിഷ്ണുവാണ് ആഴ്ചകൾക്കിപ്പുറം പിടിയിലായത്. ആറ്റിങ്ങൽ ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള സ്ക്വാഡ് നെയ്യാറ്റിൻകരയിൽ നിന്നാണ് ഇയാളെ അറസ്റ്റ് ചെയ്തത്. കിളിമാനൂരിൽ വാഹനാപകടത്തിൽ ദമ്പതികൾ മരിച്ച സംഭവത്തിൽ മുഖ്യപ്രതി വിഷ്ണു നെയ്യാറ്റിൻകരയിൽ പിടിയിലായി. ഇന്നലെ രാത്രിയാണ് ആറ്റിങ്ങൽ ഡിവൈഎസ്പിയുടെ സ്ക്വാഡ് ഇയാളെ പിടികൂടിയത്. വിഷ്ണു സഞ്ചരിച്ച ഥാർ ബൈക്കിലിടിക്കുകയായിരുന്നു. ഇടിയുടെ ആഘാതത്തിൽ ജീപ്പിന്റെ മുൻഭാഗത്ത് ബൈക്ക് കുടുങ്ങി. ദമ്പതികളെ ഥാർ വലിച്ചിഴച്ചു കൊണ്ടുപോയി. അംബിക തൊട്ടടുത്ത ദിവസം മരിച്ചു. ഗുരുതരാവസ്ഥയിലായിരുന്ന രഞ്ജിത്ത് പിന്നീട് മരണത്തിന് കീഴടങ്ങി. വിഷ്ണുവിനെ സംഭവ ദിവസം തന്നെ നാട്ടുകാർ പിടിച്ചുകൊടുത്തിരുന്നുവെങ്കിലും പോലീസ് പിന്നീട് വിട്ടയക്കുകയായിരുന്നു. ലഹരി ഉപയോഗിച്ച് വാഹനമോടിച്ച് അപകടമുണ്ടാക്കി രണ്ടുപേരുടെ ജീവൻ നഷ്ടമായ സംഭവത്തിൽ മനഃപൂർവ്വമല്ലാത്ത നരഹത്യക്ക് കേസെടുത്ത് കിളിമാനൂർ പോലീസ് പ്രതികളെ വിട്ടയക്കുകയായിരുന്നു. ഇതിനെതിരെ മരിച്ച രഞ്ജിത്തിന്റെ മൃതദേഹവുമായി നാട്ടുകാർ പ്രതിഷേധിച്ചിരുന്നു. പിന്നീട് അപകടത്തെക്കുറിച്ചുള്ള അന്വേഷണത്തിൽ വീഴ്ചയുണ്ടായി, എഫ്ഐആർ രജിസ്റ്റർ ചെയ്യുന്നതിൽ കാലതാമസമുണ്ടായി, സാക്ഷിമൊഴിയടക്കം രേഖപ്പെടുത്തുന്നതിൽ വീഴ്ച വരുത്തി എന്നിങ്ങനെയുള്ള പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടി ദക്ഷിണ മേഖല IG 3 പോലീസുകാരെ സസ്പെൻഡ് ചെയ്തു. വകുപ്പുതല അന്വേഷണവും പ്രഖ്യാപിച്ചു. കിളിമാനൂർ പാപ്പാലയിൽ മനസാക്ഷിയെ ഞെട്ടിച്ച ഈ സംഭവം നടന്ന് ആഴ്ചകൾക്കിപ്പുറമാണ് മുഖ്യപ്രതി വിഷ്ണു പിടിയിലാകുന്നത്. കഴിഞ്ഞ ദിവസം വിഷ്ണുവിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ കോടതി തള്ളിയിരുന്നു.